മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. എന്താ പാറു? കേശവൻ എന്റെ പുറകെ വരുന്നുണ്ട്. അതിന് എന്നെ കൈ കെട്ടിക്കഴിഞ്ഞാൽ എന്നെ ശരിയാക്കും. ആണോ? എനിക്ക് എവിടെയെങ്കിലും ഒളിക്കണം. ഒളിച്ചോ? അമ്മായി, അമ്മയുടെ റൂമിൽ ഞാൻ ഒളിച്ചോട്ടാ? ആയിക്കോട്ടെ. താങ്ക് യു. വെൽക്കം. ആരോടും പറയല്ലേ. എന്റെ പുഞ്ഞാര കുഞ്ഞനിയെത്തി. അവളെങ്ങോട്ട് ഓടുന്നുണ്ട്. എങ്ങോട്ട് ഓടുന്നുണ്ടാ? അതിനെ ഞാൻ ഇന്നലെ പോലെ കിടന്ന് തപ്പിയാണ്, കിട്ടണില്ല. എവിടോ ഏതോ മാളത്തെ കയറി അവള് വിളിച്ച് ഇന്നലെ. അവള് നൈസിന് രാത്രി അമ്മൂമ്മയുടെ കൂടെ കയറി ഞാൻ കിടന്ന്. അതാകുമ്പോ പിന്നെ ഞാൻ ഒന്നും ചെയ്യില്ലല്ലോ അവളെ. ഉരുപ്പ്. എന്നിട്ട് വെളുപ്പം കാലം ഒഴിച്ച് എങ്ങോട്ടോ മുങ്ങി. അടുക്കളയെ കാണുമല്ലേ? എടേ ദൈവമേ, ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. മോളെന്താ ഇവിടെ വന്നിരിക്കുന്നത്? അതെ, ഞാൻ ഒരു കാര്യം നോക്കിയാന്നമ്മ. എന്ത്? ഞാൻ ഹോസ്പിറ്റലിൽ, ഇവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്താലോ എന്ന് ആലോചിക്കാം. നമുക്ക് താല്പര്യമാണെങ്കിൽ ആലോചിച്ചൂടായത്. അതാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. എവിടെങ്കിലും നോക്കണം. നിന്നെ എന്റെ കൈ കിട്ടുന്നതിന്റെ അന്ന് ഞാൻ നോക്കിക്കോ. അമ്മൂമ്മ എവിടത്? ഞാൻ കണ്ടില്ല. ഡേ പാവണ്ടാ, വിട്ടുടാ. പാവം വിട്ടുറ അവളെ. എന്റെ നെഞ്ചത്തെ റീത്ത് വെച്ചിട്ട് അവള് പാവല്ലേ അവള്. டேய், அவ காமெடிக்கு செய்தது. அவள இത്രയും സീരിയസ് എല്ലാം ആകുന്നു നനച്ചിരിക്ക കൂടെ മാട്ടാ. സീരിയസ് അല്ല, ഇത് വെറും സീരിയസ് അല്ല, ട്രാജഡി ആണ്. ട്രാജഡി. മറ്റേവളുണ്ടല്ല, ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. മെർലിൻ പറയമ്മായി, എവിടാ കുരിപ്പ്? എടാ, എനിക്ക് അറിഞ്ഞൂടാ എങ്ങോട്ട് ഓടണുണ്ട്. ആർക്കും അറിഞ്ഞൂടല്ലേ? ഇന്നലെ എല്ലാരും കൂടെ ഞാൻ ഉണ്ടാക്കിയ കപ്പയും മീൻകറി ഇരുന്ന് തിന്നാ. സാപ്പിട്ടോ? എടാ, സൂപ്പർ ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റും. അല്ലെങ്കിലും ആ പാറുവിന് 2 അടിയുടെ കുറവുണ്ട്. 2 അടിയാ? എന്റെ കൈ കിട്ടട്ട് അതിനെ ഞാൻ തൂക്കി പറക്കണ്ടിരിക്കും ഞാൻ. ഡേ, ഒന്നും ചെയ്യൂലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അവൾ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇല്ലമ്മ, ഞാൻ ഒന്നും ചെയ്യില്ല, സത്യം ചെയ്യില്ല. സത്യമാണ്. ഞാൻ എന്റെ കൊച്ചിനെ എന്ത് ചെയ്യാ? അമ്മായി പറ. ഉറപ്പാണ്. അമ്മായി പറ. എന്താ അമ്മൂമ്മ പറ. അവൾ എന്റെ റൂമിലോട്ട് പോയിട്ടുണ്ട്. ആ കട്ടന്റെ അടിയിൽ വല്ല ഒളിച്ചിരിക്കണായിരിക്കും. ഓ, അവൾ ആ ഒളിത്താവളത്തിൽ കയറി ഒളിച്ചിരിക്കണ. ആവശ്യം ഉണ്ടായിരുന്നു. എതൊക്കെ ഗൗരി ചൊല്ലി കൊടുത്ത? എന്റെ പൊന്ന് കനകേച്ചി, എന്തായാലും അവൻ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവൻ 2 എണ്ണം കൊടുക്കുകയും ചെയ്യും. നേരത്തെ ആയിക്കോട്ടെന്ന് വിചാരിച്ചു. പാറു, നീ എപ്പടി ഇങ്ക? നീ ഗൗരി റൂമിൽ തന്നെ ഇരുന്നേ? അവിടുന്നൊക്കെ ഞാൻ എപ്പോഴേ മുങ്ങി. ഒറ്റ കൊടുക്കൂലെന്ന് പറഞ്ഞിട്ട് ഒറ്റ കൊടുത്തല്ലേ? ചെറുതായിട്ട്. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്ന ശരിയാവൂല. പിള്ളേരുടെ ഒരു കാര്യം. പാറുന്റെ ഓട്ടം ഉണ്ടല്ലോ, ഒരു അസാധ്യ ഓട്ടമാണ്. അത് പണ്ട് കേശു ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കും, എന്നിട്ട് അവൻ ഇറങ്ങി ഓടും. പിന്നെ ആര് വിചാരിച്ചാലും അവനെ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അവൻ കിടന്ന് അനുഭവിക്കണത്. എന്തൊരു ഓട്ടോ ഓടുന്നേ, നമ്മളെ കൊണ്ട് പറ്റൂലേ. டேய், நீ என்ன ஓட்டம் ஓடின? இப்படி போனா நீ எங்கேயாவது வலிக்கு வீந்துடுவ. അത് തന്നെ, നാവെള്ള വളക്കി എന്റെ മണ്ടമുളക്കം വീഴുന്നല്ലാതെ ആ കുരിപ്പിനൊന്നും പറ്റൂലേ. അതെ, ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുമ്പോഴും കൂടെ ആലോചിക്കണം. ഞാനല്ലേ? അതെ, ഞാനൊന്ന് ജംഗ്ഷൻ വരെ പോയിട്ട് വരാവേ. നീ ഇപ്പോഴല്ലേ ജംഗ്ഷനിൽ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ഒന്നുകൂടെ ജംഗ്ഷനിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എന്തിനു ജംഗ്ഷനിൽ ഇനി പോണത്? ഒരു കാര്യമുണ്ട്. എന്തോന്ന് കാര്യം? ഞാൻ ജംഗ്ഷനിൽ പോയിട്ട് ഇപ്പൊ വരും. എടാ, എന്തിനാടാ ഇപ്പൊ പോണ്? அம்மா, மெர்லின் கேசுட்ட பேசவே மாட்டேங்கறாங்கம்மா. മെർലിൻ വിചാരിച്ചു വെച്ചേക്കണതേ കേശു മനഃപൂർവ്വം കറിയിൽ ഉപ്പും മുളകും വാരിയിട്ടെന്താണ്. കേശുവിന്റെ ഓരോ അവസ്ഥ. കേശവന പോയാ? കേള്, എനിക്കിനി ഓടാൻ വയ്യ.
അതെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോഴും കൂടെ ആലോചിക്കണമായിരുന്നേ. ഇതൊക്കെ ഞാൻ കേശവന്റെ അടുത്ത് നിന്നാ പഠിച്ചേ. ആ അത് കേശുവിന്റെ നിനക്ക് നല്ലത് കിട്ടുമ്പോ നീ മതിയായിക്കോളും. ഞാനേ പടവലത്തോട്ട് വിടട്ടാ. എന്തുവാ? പടവലത്തോട്ട് വിടട്ടാ. ആ അതെ, നിന്നെക്കാട്ടി മുമ്പേ മണം പിടിച്ച് കേശു ഉടങ്ങെത്തും. അവള് ഓടും, വിടൂലേ? சின்ன குழந்தை. ഒന്നും ഞാൻ ചെയ്യൂല, ഒന്നും ചെയ്യൂല. നീ 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 വിളി വേണ്ട, ഇത് വിളിച്ച അവൾ എടുക്കൂല. നീ അമ്മയുടെ ഫോണിൽ നിന്ന് മെറിലിനെ വിളി. വിളിയടി, വിളിക്കണുണ്ടാ? വിളിയടി, மெதுவாடா. വിളിയടി, വിളിച്ചിട്ട് പറ ഞാൻ അല്ല നീയാണെന്ന്. ദടി നോക്കണ എന്റെ ഉണ്ടക്കണി എന്നെ കണ്ണുണ്ടല്ലോ കുത്തിയും പൊട്ടിക്കും. ഞാൻ മെർലിൻ ചേച്ചി വിളിച്ച് പറഞ്ഞല്ലോ വരാമെന്ന് പറഞ്ഞോണ്ട് പോരെ. അവളുടെ പോരെ, അവള് വരട്ടെ, അവള് വരട്ടെ. വന്നില്ലെങ്കിൽ നിന്റെ ഞാൻ എന്ത് ദ്രോഹാടി നിനക്കൊക്കെ ചെയ്തേ. തീറ്റിക്കണോ എന്തിനാ? അവളുടെ ചേച്ചി ഉണ്ടാക്കിയ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കിടന്ന് ഓടിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം ഒരു മീൻകറി വെച്ച് കൊടുക്കാൻ വിചാരിച്ചപ്പോ അതിനകത്ത് അവള് കണ്ട ഉപ്പും മുളകും എല്ലാം അവിടെ വാരിയിട്ട്, അതും ബാക്കിയുള്ളവനെ കൊല്ലുന്ന രീതിയിൽ. ഞാൻ സോറി പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നീ പ്രതീക്ഷിക്കൂലേ, നീ പ്രതീക്ഷിക്കൂല. ഞാൻ ഇവിടെ ഒന്നും ജനിക്കണ്ടോന്നെ, ഞാൻ വേറെ എവിടെങ്കിലും ഏതെങ്കിലും കുടുംബത്തിൽ ജനിക്കണ്ടേ? സത്യ എടി, ഞാൻ ചാവാൻ കിടക്കുമ്പോഴെങ്കിലും നിന്റെ ഈ കൗണ്ടർ അടി ഒന്ന് നിർത്തുവോ? അവന്റെ ചേച്ചി ആയിരുന്നു, മെർലിൻ ചേച്ചി. അവള് വരുന്നുണ്ട്, പറഞ്ഞ കാര്യം മൊത്തം അതേപോലെ അങ്ങോട്ട് പറഞ്ഞോണോ? ആദ്യം വടി കാണാം. മെല്ലെ മെല്ലെ തെളിഞ്ഞ് തെളിഞ്ഞ് എല്ലാം തെളിഞ്ഞ് മൊത്തം തെളിഞ്ഞ്. സത്യം, അവന്റെ ഒരു സത്യം മിണ്ടാണ്ടിരുന്നോ നീ? മെല്ലനെ പാറു നിന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്നറിയോ? അവള് പറയും, പാറു പറയടി പറയടേ. മെർലിൻ ചേച്ചി, ഞാൻ ഇന്നലെ പറയണ്ടായിരുന്നു, ചേച്ചിയെ കാണാൻ ഭയങ്കര ഭംഗി. പാറു, ഞാൻ സത്യം പറഞ്ഞേ. ചേട്ടൻ എന്തിനാ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നേ? നീ കളിക്കലെ പറഞ്ഞു. നിന്നെ നാലാട്ട് മടക്കി ഞാൻ പാറോണിട്ട് കൊടുക്കും. ഞാൻ മീന് തീറ്റയായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴേ ഇച്ചിരി ഉപ്പും മുളക് പൊടിയും തേച്ചിട്ട് കൊടുക്കണേ. അതാകുമ്പോ മീനെ ടേസ്റ്റോടെ തിന്നാലോ. അതെ, നിങ്ങൾ ചേട്ടനും അനിയത്തിയും കൂടി ആളെ വിളിച്ച് പൊട്ടം കളിപ്പിക്ക. പാറു, നീ എന്തിനാ എന്നെ വിളിച്ചേ? അതായത് ഇപ്പൊ പ്രശ്നം എവിടുന്ന് ഉണ്ടായത്? പ്രശ്നം ഉണ്ടാകാൻ അമേരിക്കയിലടി. മിണ്ടായിരിക്കും അങ്ങോട്ട്. ചേച്ചി, മെർലിൻ ചേച്ചിയും ശിവ ചേച്ചിയും തമ്മിലല്ലേ പ്രശ്നം ഉണ്ടായത്? ആ പാറു 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 പാറു, നീ ധൈര്യമായിട്ട് പറഞ്ഞോളെ. ഇവ നിന്നെ കൊണ്ട് എന്തോ പറയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് സത്യം. അടിച്ചാൻ തേക്കും കേട്ടോ നിന്നെ. മിണ്ടി പോയി. ഞാൻ പറഞ്ഞ എന്റെ ഭാഗം. നീ പറ. ഇന്നലെ മീൻകറി ഉണ്ടാക്കിയത് ചേട്ടൻ, ഉപ്പും മുളക് പൊടി ഇട്ടതും ചേട്ടൻ. എടി, നീ ഉള്ള കാര്യം പറയാനുണ്ടോ പാറുവേ? നീ ഇന്ന് മണ്ണ് തിന്ന. നീ ഇന്ന് ഞാൻ പറഞ്ഞേ പറഞ്ഞു കഴിഞ്ഞിട്ടേ പറയുള്ളൂന്ന്. പറ നീ കേള് ഇപ്പൊ പറയുള്ളൂ. ഇന്നലെ കറിക്ക് ചേട്ടനല്ലേ ഉപ്പും മുളക് ഇട്ടത്? അതെ, ഞാൻ തന്നെ കേട്ടോ. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഓഹോ, നീ ഇപ്പൊ മനഃപൂർവ്വം ചെയ്തല്ലേ? പറയടി, പറ. ആ പറയാ. ചേച്ചി, ഇന്നലെ കേശവൻ ഉണ്ടാക്കിയ കപ്പയും മീൻകറിയും വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഇച്ചിരി ഉപ്പും മുളകൊടിയും എടുത്ത് ഇട്ടു. അപ്പൊ കുറച്ചുകൂടി പോയി. സോറി. കേട്ടാ മെർലിൻ
മെർലിൻ ചേച്ചി ഈ കാര്യം പറഞ്ഞ് കേശുവിനെ ബ്രേക്കപ്പ് ആക്കല്ലേ ചേച്ചി. ഈ ചെറിയ കാര്യത്തിനൊക്കെ വഴക്കുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും? പാറു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതേ, എനക്കിപ്പം മനസ്സിലായല്ല എന്റെ നിരവധിത്വം. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ കപ്പയും മീൻകറി ഉണ്ടല്ലോ, മൂക്ക് മുട്ടനെ നടിച്ചിട്ടാണ് ഇവിടെ ഈ ചെയ്ത് നമ്മളോട് ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്തോ നടി കപ്പയും മീൻകറി? കിട്ടാലേ ഇതിനെ. നല്ലനെ, ഇതേപോലുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനിയും നേരിടേണ്ടി വരും. പക്ഷേ നമ്മുടെ പ്രണയത്തിനെ അതൊന്നും ബാധിക്കാൻ പറ്റില്ല. അവന്റെ ഒരു പ്രണയം, സത്യം പറഞ്ഞ എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കുറുക്കി നൂരിയനെ. ആ ഞാൻ വിളിക്കാൻ കേട്ടാ. धागे नाते नाक धिन धागे नाते नाक धिन धागे नाते नाक धिन दा. എടീ പാറോ കുരിപ്പ ഇറങ്ങിയാടി. നീ വരുന്ന ഞാൻ അങ്ങോട്ട് വരണ എവറി. धागे नाते नाक धिन धागे नाते नाक धिन दा. മുങ്ങി എവിടെ? വാ. എന്താ നിനക്ക് വല്ലാത്ത കുഴപ്പമൊന്നുമല്ലടി. നീ എന്താ ഇവിടെ കാണിച്ച? ഞാൻ പ്രശ്നം സോൾവ് ചെയ്തല്ല പിന്നെന്താ? നീ പ്രശ്നം സോൾവ് ചെയ്തല്ലടി. നീ നൈസിൽ അതിന്റെ ഇടയിൽ കൂടെ കുഴപ്പിക്കാൻ നോക്കില്ലടി. ഇല്ല. എന്തോന്നടാ? എന്തോ പ്രശ്നം? എവളുണ്ടല്ലോ എവള് വേന്ദ്രിയാണ് വേന്ദ്രി. പറയണില്ല ഞാൻ ഒന്നും. എന്താണ് പാറു പ്രശ്നം? എന്റെ അമ്മായി ഒന്നും പറയണ്ട. മെർലിൻ ചേച്ചിയെ വിളിച്ചു വരുത്തി ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സോൾവ് ആക്കി. എന്നിട്ട് ഈ കേശോട് എന്നെ വഴക്ക് പറയുന്നു. എന്റെ പൊന്നു കേശു, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീരണില്ലേ? ആഴ്ച 3 ദിവസം മര്യാദക്ക് പോവും, ബാക്കി ദിവസം എല്ലാം അടി. ഇങ്ങനെ പോയി എങ്ങനെ ശരിയാവും എന്റെ കേശു? ഇതന്നെയല്ലേ ചേച്ചിയും പറയുന്നത് ഇവര് അമ്മില് സെറ്റ് ആവൂലെന്ന്. അയ്യ, അത് നമ്മളങ്ങ് സഹിച്ചോളാം. പോരെ അമ്മായി. ശരിക്കും സംഭവം എന്തായിരുന്നു വെച്ചാല്, അമ്മൂമ്മ എവിടെ? കിച്ചണിൽ ഇരിക്കാ. എന്നടാ അമ്മായി, സംഭവം ശരിയാണ്. മെർലിൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ദേഷ്യം കാണിക്കുമെങ്കിലും ആളൊരു പാവമാണ്. അവക്ക് ഞാനില്ലാതെ പറ്റൂലെന്ന് മാത്രമല്ല, ഞാനില്ലെങ്കിൽ ചിലപ്പോ അവള് തകർന്നു പോവും. അവള് പോയി പോവും. டேய் எங்க போவா? എവിടെയും പോവില്ല, അവളുടെ ജീവിതം പോവെന്ന്. അയ്യോ, അവക്ക് ഞാനില്ലാതെ പറ്റൂല. അയ്യോ, ചിലപ്പോ അവളുടെ ജീവിതം അവസാനിപ്പിക്കും. അയ്യോ, അല്ലെങ്കിൽ അവളുടെ മാനസിക നില തെറ്റും. ഇങ്ങനെയൊക്കെ പറഞ്ഞ നീ മനസ്സമാധാനപ്പെട്ടോ? ഇങ്ങനെ പോയ ചേച്ചി പറടി ചേച്ചി. ഞാൻ ഒന്നും പറയുന്നില്ലേ. டேய் என்ன சொன்னாலும் மெர்லின் ரொம்ப பாவம். அவ மனசுக்குள்ள என்ன இருக்கோ அது அப்படியே சொல்லுவா. കള്ളത്തരല്ല ഇല്ല. ആ കൊച്ചൊരു പാവം, പക്ഷെ ഇവനുണ്ടല്ലോ, ഇവനൊരു കള്ളനാ. ആരാ കള്ളൻ? ആരാ കള്ളൻ? കള്ളനാ അമ്മൂമ്മ. ഞാനിത് അമ്മൂമ്മയുടെ അടുത്ത് എങ്ങനെ പറയാം അമ്മൂമ്മ? എന്താ മക്കളെ പറ. പറയട്ടെ അമ്മായി? നീ പറയണമെന്ന് കുഴപ്പമില്ലെങ്കിൽ എനിക്കെന്ത് കുഴപ്പം? അമ്മൂമ്മ, അമ്മായി പറയായിരുന്നേ, അമ്മായിക്ക് കിട്ടിയത് ഒരു കള്ളനെയാണല്ലോ എന്ന്. എന്റെ മോന് പറ്റിയ അവസ്ഥാണ്. അമ്മ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ. ഇവ ചുമ്മാ വിഷയം മാറ്റണ. ഞാൻ വേറെ കാര്യം പറഞ്ഞത്. നീ കൂടുതലൊന്നും പറയണ്ട. കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാനൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്നേ ഉള്ളൂ. ஐயோ அம்மா, கௌரி ஒன்னும் சொல்லல. இந்த கேசு தான் சும்மா சொல்றான். ചുമ്മാ ചൊല്ലിയാലും ഉള്ളതായിട്ട് ചൊല്ലിയാലും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വരാനുള്ളതേ വഴി തങ്ങത്തില്ലല്ലോ. അതന്നെ എനിക്കും പറയാനുള്ള. വരാനുള്ളത് വഴി തങ്ങത്തില്ല. ഗൗരി, നീ ചുമ്മാ ഇരുന്നോണേ. എന്റെ വായിരിക്കുന്നൊന്നും കേക്കല്ലേ നീ. അതന്നെ എനിക്കും പറയാനുള്ള. എന്റെ വായിരിക്കണൊന്നും കേക്കല്ലേ. ഞാൻ ഇവിടെ നിന്നാ ശരിയാവൂല. നിനക്ക് മനസമാധാനം കിട്ടിയല്ലോടാ. കിട്ടിയല്ലോ അല്ലേ? കാരണമുണ്ട്. ஷோ அம்மா, கௌரி ரொம்ப பாவம் அம்மா. നീ ചുമ്മാ അങ്ങ് കൂടുതൽ സപ്പോർട്ട് ചെയ്യല്ലേ. നിനക്ക് അടുക്കള പണിയൊന്നും ഇല്ലയോ? இருக்கு. അല്ല ജോലി. டேய் கேசு, நீ ரொம்ப நல்லவன். താങ്ക്സ്.
താങ്ക്സ്. ഡാഡി പോയിക്കൊണ്ടിരിക്കണ ഓടി എന്തിന്റെ സോറി അച്ഛാ. മെർലിനെ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ മെർലിനെ? രണ്ടെണ്ണെന്നൊക്കെ പറഞ്ഞ ഞാൻ പറയണമെന്ന് കേള്. പാറുവിന്റെ ഒരു ചുമ്മാ ചെറിയ കുസൃതി ആയിരുന്നില്ലേ? ഒരു കാര്യം നമുക്ക് 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 നിന്റെ ഈ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട്, അല്ല നിന്റെ സങ്കടമല്ല, നമ്മുടെ ഈ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട്, ഈ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തെവിടെയും പോയി ഫുഡ് കഴിക്കാം. കടയാ? അത് നമുക്ക് എനിക്കറിയാവുന്ന ഒരു ചേട്ടൻ്റെ കടയുണ്ട്, മണിച്ചേട്ടൻ്റെ കട. പുള്ളി തിരുവനന്തപുരത്ത് അറിയാം, നമ്മുടെ ബാസികളുടെ ഫ്രണ്ട്. ഓ, അവിടുത്തെ മസാല ദോശയുണ്ട്, സൂപ്പർ മസാല ദോശയാണ്. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പം വീടിന് പുറത്തൊന്ന് നിൽക്കാം, താൻ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ ഇല്ല, നീ വണ്ടി എടുക്കണ്ട, നമുക്ക് നൈസിന് ഇവിടെ അവിടെ നടന്ന് പോവാന്നേ. ശരി ഞാൻ എന്താ പറഞ്ഞ? എവളിത് വരാന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കിടക്കണം. അങ്ങനൊരു ഗുണമുണ്ടല്ലോ, എന്തായാലും ഫോൺ എടുക്കില്ല. എന്നാ പറഞ്ഞാൽ മതിയല്ലേ, ഞാൻ സഹിക്കണം. സത്യം പറഞ്ഞാലേ ഇവളെയൊക്കെ കാരണം പൊത്തി ഒരെണ്ണം കൊടുക്കണം, അപ്പൊ തീരും ചെങ്കോമശിന്റെ മോളുടെ അഹങ്കാരം. അപ്പൊ ഒന്ന് വല്ലാത്ത കുഴപ്പം തന്നെയല്ലേ നിനക്ക്? കേട്ടാ? എനിക്ക് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ചുമ്മാ പറഞ്ഞൊരു ഫ്ലോയിലൊക്കെ പറഞ്ഞു തന്നു പറഞ്ഞില്ലേ, നീ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ടെന്ന്. മെർലിൻ ചേച്ചി നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലോ. നീ എന്നെ അങ്ങനെ സോപ്പിടാനോ നോക്കണ്ടേ പാറു? ചേച്ചി ഞാൻ സോറ് പറഞ്ഞില്ലേ, ആ ചേച്ചി വിട്ടില്ലേ, ഞാൻ എപ്പോഴേ വിട്ട്. വിട്ട് ഇപ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചു. ഇങ്ങനെ ഒരു നാത്തേനെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണം. സോപ്പിടാൻ നീ പണ്ടേ മേടിക്കാന്ന് എനിക്കറിയാം പാറു. ചേച്ചി ആ സ്വർണ്ണക്കരണ്ടി ഇപ്പോഴും വീട്ടിലുണ്ടോ? സ്വർണ്ണക്കരണ്ടിയാ? ഏത് സ്വർണ്ണക്കരണ്ടി? ചേച്ചി ജനിച്ചപ്പോ വായിലിട്ടുന്ന സാധനം. ജനിച്ചപ്പോ വായിലിട്ടെന്നാ? എന്നോടൊന്നൊക്കെ ആര് പറഞ്ഞോ ചേ? അതിവിടെ എല്ലാരും പറയാറുണ്ട്, കേശവണ്ണും പറയാറുണ്ട്. ഓഹോ, അപ്പൊ ഞാൻ ഇല്ലാത്തപ്പോ എന്റെ കുറ്റം പറയല പണിയല്ലേ? എന്താണ് നിങ്ങൾ തമ്മിലുള്ള പിണക്കൊക്കെ മാറിയാ? നമ്മള് തമ്മി എന്ത് പിണക്കം? നമ്മളെന്തെങ്കിലും പിണക്കമുണ്ട? ഞാൻ പറഞ്ഞില്ലേ അമ്മായി, ഞങ്ങൾ തമ്മി അങ്ങനെ പിണക്കമൊന്നുമില്ല. ഇനി ഇപ്പൊ നമ്മള് തമ്മി എന്തെങ്കിലും പിണക്കം ഉണ്ടായാലും കുമ്മലയുടെ ആയുസേ ഉള്ളൂ, പൊട്ടിപ്പോ. ആണോ? ഒരു ദിവസേ ഞാനൊരു പിണക്കം കൂടെ പിണങ്ങും, അതായിരിക്കും അവസാനത്തെ പിണക്കം. മെല്ലെ അങ്ങനെ പറയല്ലേ. നമുക്ക് എന്നാ പോയാലോ? എവിടെ പോണ്? അതമ്മായി ഞങ്ങൾ ഇവിടെ എന്തോടാ? നമ്മള് ഇവിടെ പോണ്. എവിടെ പോണ്? നമ്മുടെ മെർലിന്റെ ഫ്രണ്ടിന്റെ വീട്ടില്. മെർലിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ? മെർലിൻ പോയാ പോര്? അല്ല, പക്ഷെ ഞാനിവിടെ പോണം. കോമൺ ഫ്രണ്ട് എവിടെ ഉള്ള കോമൺ ഫ്രണ്ട്? പാലക്കാട്. പാലക്കാടാ? പാലച്ചോട്. പാലച്ചോടാ? എന്തോന്നടാ, കാര്യായിട്ട് പറ, തെളിച്ചു പറ. വെണ്ണല, പാലച്ചോട്, രണ്ട് സ്ഥലം ഉണ്ടല്ലോ. ഉണ്ട്, രണ്ട് സ്ഥലം ഉണ്ട്, വെണ്ണര ഉണ്ട്, പാലച്ചോട് ഉണ്ട്. അതിന്റെ നടുക്ക് അതിന്റെ നടുക്ക് മെർലിന്റെ ഫ്രണ്ടിന്റെ വീടിന്റെ അടുത്തുള്ളൊരു വീട്ടിൽ പോണ്. അതൊക്കെ പോട്ട്, ഞാൻ അതല്ല ആലോചിക്കണേ. കുറച്ചു നേരം മുന്നേ വരെ കീരിയും പാമ്പ് വരുന്ന പിള്ളേരാണ്,
ഇപ്പൊ ഇണക്കമായി, ഒരുമിച്ച് പുറത്ത് പോക്കായി, എന്തൊക്കെ കാണണോ എന്തോ. അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്മായി, ഞങ്ങളുടെ ഈ ഇണക്കവും മിണക്കവും എന്നൊക്കെ പറഞ്ഞാല് കരയും തിരുമാലയും പോലെയാണ്. ഇങ്ങനെ വരും പോവും, വരും പോവും. എന്തോന്ന് ഉപമേടേ, സുനാമി ആവാതെ നോയിക്കോ. പോവാം. പോയിട്ട് വരുമ്പോ എനിക്ക് എന്ത് വാങ്ങിച്ചോണ്ട് വരും? ആനമുട്ട മേടിച്ചോണ്ട് വരാൻ. ആനമുട്ട എടുക്കാനേ ഞാനും കൂടെ വരാം. വരെ ഇത് കൊച്ചിന്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റാതല്ല. നീ വന്നേ. നീ ചെല്ല് ചെല്ല്, വെണ്ണലയുടെയും പാലച്ചോടിന്റെ നടുക്കുള്ള സ്ഥലത്തേക്ക് ഓ. ടാറ്റ. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001 8000156 8008000120. സ്കൂട്ടർ എടുത്തിട്ട് വന്നാ മതിയായിരുന്നു. എന്തൊരു മെർലിനെ ഇത്. നീ എപ്പം നോക്കിയില്ലേ സ്കൂട്ടർ 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 എന്ന് പറയണേ. കുറച്ച് നടാ, ആരോഗ്യം കുറച്ച്. എന്തൊരു ഹെൽത്തി ആയിരിക്കണ്ട ബോഡി എപ്പോഴും. അത്ര പിള്ളേർ സൈക്കിൾ ഓട്ടി പോണ് ചേട്ടോ. ഇവന്തിലെ കാര്യം പറഞ്ഞിട്ടിരിക്കുക. എന്തു പറയാൻ? ആ, എന്തൊക്കെ കാര്യം പറയാൻ കിടക്കണേ. നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് കാര്യം. ഫ്യൂച്ചറിനെ കുറിച്ചോ? നമുക്ക് ഫ്യൂച്ചറിൽ ഇതേപോലത്തെ ഒരു വെജ് ഫുഡ് കോർണറോടാണ്. ഇവിടെ മില്ലറ്റ് ആണല്ലോ സ്പെഷ്യാലിറ്റി. നമുക്ക് ഓർഗാനിക് വെജിറ്റബിൾസ് മാത്രം പിടിക്കാം. എന്താ പറയുന്നത്? കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്, പക്ഷേ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എന്താ പോസിബിൾ അല്ലാത്ത? കിടക്കല്ലേ പടവലത്തെ സ്ഥലം. വേണേ നമുക്ക് 200 ഏക്കർ പാട്ടത്തിനോട് എടുക്കാം. അതെ, ഇത് ഫ്യൂച്ചറിലെ കാര്യല്ലേ. നമ്മുടെ രണ്ടുപേരുടെയും ഫ്യൂച്ചർ ഇതൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. എന്താ ഉറപ്പിക്കാൻ പറ്റില്ല? പറ്റില്ല. എന്താ അങ്ങനെ പറഞ്ഞേ? നെഗറ്റീവ് ഫുള്ള് നെഗറ്റീവ്. തനിക്ക് ഈടായിട്ട് എന്നോട് പണ്ടത്തെ പോലെ സ്നേഹമൊന്നുമില്ല. യേശു യേശു ഉണ്ടല്ല. അപ്പോഴേക്കും പിണങ്ങിയ നിനക്കപ്പ പണ്ടത്തോളം എന്നോട് സ്നേഹമില്ലാത്ത? എനിക്ക് സ്നേഹമില്ല. എനിക്ക് എന്റെ കൊച്ചിനോടല്ല വേറെ ആരോട് സ്നേഹം. ഓ, എനിക്കൊരു കാര്യം അറിയാം. ഞാനേ ഭാവിയില് നമ്മുടെ കഫേക്ക് ഇടാൻ പോണ പേരെന്തരുന്നു? എന്താ? മെർലിൻസ് കഫേ. സന്തോഷം വന്നില്ലല്ലോ? അത്ര സന്തോഷം മതി. ചേട്ടാ, മസാല ദോശ. പകലറിയാതെ വിടരും നിന്റെ നീളമിഴിയറിയാതെ, ഈ പകലറിയാതെ വിടരും നിന്റെ നീളമിഴിയറിയാതെ, നിന്മനമറിയാതെ ഇന്നറിയാതെ, ഈ മഴയറിയാതെ ഇന്നറിയാതെ, പാട്ടിനൊരഴകായി. ഹായ് മസാല ദോശ. നീ എന്തടി ഇവിടെ? എങ്ങനെയാ ഇവിടെ? ഞാൻ മാത്രല്ല, ഇത് അങ്ങോട്ട് നോക്കിയേ. അമ്മൂമ്മ, അമ്മായി, കനാലി. ഹായ് മെർലിൻ, മസാല ദോശ കഴിക്കുവാണോ? മസാല ദോശ കഴിക്കുമ്പോ ഞങ്ങളെ കൂടെ വിളിക്കണ്ടേ? ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാൻ പാടുണ്ടോ? അല്ലേ അമ്മ? അതെ അതെ. നീ എല്ലാരെയും വിളിച്ചോ? എനിക്കെന്തൊരു തലയ്ക്ക് ഓളോ? ഞാനൊന്നും വിളിച്ചില്ല. எனக்கு மசால் தோசை ரொம்ப பிடிக்கும். എനിക്ക് ரொம்ப പിടിക്കും. എനിക്ക് റൊമ്പ പിടിക്കും. മോളെ മെർലിനെ, ഞങ്ങൾ വന്നത് പിടിച്ചില്ലേ? അങ്ങനൊന്നുമില്ല. കണ്ട അമ്മ, അങ്ങനൊന്നും ഇല്ലെന്ന്. മെർലിനെ ഒന്ന് എണീറ്റ് കൊടുത്ത്. അമ്മ ഇരിക്കട്ടെ. യേശു എണീടാ, അമ്മ ഇരിക്കട്ടെ. എനിക്ക് ചേച്ചി അമ്മ അങ്ങോട്ട് ചെയ്യാം. എന്താടാ
ആര് ചെലവടാ? ആര് ചെലവെന്ന്? അത് കേശുവാന്റെ ചെലവ്. யாரு செலவானா என்ன, எல்லாருக்குமே சாப்பிடலாமே. ആണ് പോയിന്റ്. അപ്പളേ നമുക്കങ്ങ് മസാല ദോശ ഓർഡർ ചെയ്താലോ? എന്ത് നോയിക്കൊണ്ടിരിക്കണ അവിടെ ഇരി കേശു இதுக்கு ഇനി ചേട്ടാ ഒരു 4 മസാല ദോശ. ജ്യൂസ് എന്തെങ്കിലും വേണോ? വേണം. പൈനാപ്പിൾ ആണോ ഓറഞ്ച് ആണോ? അതെന്തായാലും മതി. ആ ചേട്ടാ ഒരു 4 പൈനാപ്പിൾ ജ്യൂസും കൂടി. അമ്മ ഓർഡർ ചെയ്ത് വരട്ടെ, നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് തുടങ്ങാം. തോന്നടാത് മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.